CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ഡൽഹിയിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി. സ്കൂളുകളിലും കോളേജുകളിലും വിവിധ വർണ്ണശബളമായ കലാപരിപാടികളും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അരങ്ങേറി. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനവും വോട്ടർ പട്ടികയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രവാസി വ്യവസായിയായ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി മലപ്പുറം പോലീസ്. 1.5 കോടി രൂപ മോചനദ്രവ്യം ലക്ഷ്യം വെച്ചാണ് പ്രതികൾ ഈ കൃത്യം നടപ്പാക്കിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ കൃത്യമായ നീക്കങ്ങളാണ് പ്രതികളുടെ പദ്ധതി തകർത്തത്. ഒറ്റപ്പാലം വരോട് പശുക്കൾക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. പറമ്പിൽ കെട്ടിയിരുന്ന 3 പശുക്കളെയാണ് ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ഉടമ ഹരിദാസൻ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ഡൽഹിയിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി. സ്കൂളുകളിലും കോളേജുകളിലും വിവിധ വർണ്ണശബളമായ കലാപരിപാടികളും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അരങ്ങേറി. വന്ദേ കൊളോണിയൽ ഭരണത്തിനെതിരെ ധീര രക്തസാക്ഷികൾ ഉൾപ്പെടെ അനേകം ദേശാഭിമാനികൾ ജാതി മത ഭാഷ വേഷവ്യത്യാസങ്ങൾക്കതീതമായി ഐക്യരൂപേണ നടത്തിയ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇന്ത്യയിലെ ഭരണഘടനാധിഷ്ഠിതമായ ജനാധിപത്യ വ്യവസ്ഥ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ ജനാധിപത്യ ധാരകളാണ് ഇന്ത്യയെ രൂപപ്പെടുത്തിയ ആശയങ്ങളായി മാറിയത്. ഇന്ത്യയിൽ ഭാഷാ സംസ്ഥാനങ്ങളും ഫെഡറൽ വ്യവസ്ഥയുമെല്ലാം ഉണ്ടാകുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പകർന്നു നൽകിയ മൂല്യങ്ങളിൽ നിന്നുമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആണിക്കല്ല് മതനിരപേക്ഷതയായിരിക്കുമെന്ന ഉറച്ച ബോധ്യമാണ് ദേശീയ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിനുണ്ടായിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ സഹിഷ്ണുതയും സഹവർത്തിത്വവും പുലരുമെന്നാണ് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ശില്പികൾ വിഭാവനം ചെയ്തത്. രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം കാത്തുസൂക്ഷിക്കാനും ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കാനും നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ന്യൂസ് ഡെസ്ക് CCN. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനവും വോട്ടർ പട്ടികയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയായ ഭരണഘടനയുടെ ശക്തി കുടികൊള്ളുന്ന 2 പദങ്ങളാണ് മതനിരപേക്ഷതയും സോഷ്യലിസവും. കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നതുകൊണ്ട് ആ പദങ്ങൾക്ക് ശക്തി കുറഞ്ഞു പോയിട്ടില്ല. അവ കേവലം പദങ്ങളല്ല, ഭരണഘടനയുടെ അന്തസ്സത്തെയാണ്. അതില്ലാതാക്കിയാൽ ഭരണഘടന ദുർബലമാകും. ഈ തിരിച്ചറിവാണ് ഇന്ത്യൻ പൗരസമൂഹത്തിനുണ്ടാകേണ്ടത്. ഭരണഘടനയുടെ ആ മുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതനിരപേക്ഷത എന്ന വാക്കുകൾ നീക്കം ചെയ്യണമെന്ന ചില ആളുകളുടെ ആവശ്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ദർശനങ്ങൾക്കു നേരെയുള്ള പ്രത്യക്ഷമായ ആക്രമണമാണ്. ഇന്ത്യയുടെ മഹത്തായ കൊളോണിയൽ വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങളും അഭിലാഷങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന. സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഒന്നിച്ചു പോരാടിയ വിവിധ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ അത് പ്രതിഫലിപ്പിക്കുന്നു. അടിസ്ഥാന തത്വങ്ങളായ സോഷ്യലിസവും മതനിരപേക്ഷതയും ആമുഖത്തിൽ മാത്രമല്ല ഭരണഘടനയിൽ ഉടനീളം ഇഴചേർക്കപ്പെട്ടതാണ്. സോഷ്യലിസത്തിന്റെയും മതനിരപേക്ഷതയുടെയും സത്ത ഈ അടിസ്ഥാന മൂല്യങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ വഴികാട്ടിയായി തുടരും. ഏതു മതവിശ്വാസികൾക്കും മതരഹിതരായി ജീവിക്കുന്നവർക്കും ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും മതനിരപേക്ഷത എന്നുറപ്പ് അനിവാര്യമാണ്.
ആ ഉറപ്പില്ലാതായാൽ മതത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ട വിചാരണകളും ആക്രമണങ്ങളും ക്രൂരമായ നരഹത്യകളും വർദ്ധിക്കുന്നതിന് ഇടയാകും. അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കാൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ സംരക്ഷിച്ചേ മതിയാകൂ. CCN മലപ്പുറം. സ്വാതന്ത്ര്യദിന പരേഡിന് മുന്നോടിയായി മലപ്പുറം നഗരസഭ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാതപേരി നടന്നു. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് MSP പരേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു. പ്രഭാതപേരിയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സ്കൂളായി മലപ്പുറം സെന്റ് ജമ്മാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തു. പ്രഭാതപേരിയിൽ UP വിഭാഗത്തിൽ AUPS മലപ്പുറം, ഹൈസ്കൂൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വിദ്യാനഗർ പബ്ലിക് സ്കൂൾ, ഹൈസ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സെന്റ് ജമ്മാസ് ഗേൾസ് HSS മലപ്പുറം എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം നേടി. ബാൻഡ് ഡിസ്പ്ലേയിൽ മലപ്പുറം സെന്റ് ജമ്മാസ് ഗേൾസ് HSS ഒന്നാം സ്ഥാനവും മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് HSS രണ്ടാം സ്ഥാനവും നേടി. CCN മലപ്പുറം. മതത്തിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്ന സംഘർഷങ്ങളിൽ താൻ പങ്കാളിയാകില്ലെന്നും വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ നിലകൊള്ളുമെന്നും ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണമെന്നും N. ഷംസുദ്ദീൻ MLA. മണ്ണാർക്കാട് താലൂക്ക് ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ MLA ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഏറെ ഐക്യമുള്ള നാടാണ് മണ്ണാർക്കാട് എന്നും N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. സത്യത്തിൽ എല്ലാ മതങ്ങളും മതവിശ്വാസം ദൈവവിശ്വാസമാണ്. ദൈവം എന്നതൊരു പരാശക്തിയാണ്. ആ പരാശക്തിയിലേക്ക് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നമ്മൾ അതിനെ ആശ്രയിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്തിനാണ് സംഘർഷം? എത്രയോ ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ ജീവിച്ചു മരിച്ചുപോയി. അവരാരും മതത്തിന്റെ പേരിൽ സംഘർഷമുണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോ മതേതരത്വമാണ്, മതങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് നിധാനം. അത് തകർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുകയാണ്. നിസ്സാരമായ പ്രശ്നങ്ങളെ മതവിദ്വേഷത്തിന് വേണ്ടി, ആളിക്കത്തിക്കാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ഗവേഷണം ചില വിദ്വേഷത്തിന്റെ പ്രചാരകന്മാർ നമ്മുടെ നാട്ടിൽ നടത്തുമ്പോ അവിടെ നമ്മൾ വീണുപോകും. അവിടെ നമ്മൾ അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അങ്ങനെ മതങ്ങൾ തമ്മിലുള്ള ഐക്യം, അതാണ് സ്വാതന്ത്ര്യത്തിന്റെ പുലരികളിൽ നമ്മൾ കേട്ടത്. ഗാന്ധിജി നമ്മളോട് പറഞ്ഞത്, പോരാട്ട സ്വാതന്ത്ര്യ സമര കാലത്ത് പറഞ്ഞത്, ഈശ്വർ അല്ലാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ. ഭഗവാൻ ആരാധിക്കുന്നവരും അല്ലാഹുവിനെ ആരാധിക്കുന്നവരും അതുപോലെ മറ്റ് ദൈവങ്ങളുടെ മുമ്പിൽ പ്രണമിക്കുന്നവരും എല്ലാം ഈ രാജ്യത്തിന്റെ പുത്രന്മാരാണ്. മണ്ണാർക്കാട് തഹസിൽദാർ CC ജയൻ സ്വാഗതം പറഞ്ഞു. മുൻ MLA കളത്തിൽ അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, മണ്ണാർക്കാട് നഗരസഭാ കൌൺസിലർ KK സുഹറ, ഡോക്ടർ ശിവദാസൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർമാരായ MV കൃഷ്ണൻകുട്ടി, KM അബ്ദുറഹ്മാൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. CCN മണ്ണാർക്കാട്. ഒറ്റപ്പാലം വരോട് പശുക്കൾക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. പറമ്പിൽ കെട്ടിയിരുന്ന 3 പശുക്കളെയാണ് ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ഉടമ ഹരിദാസൻ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി.
കോലോത്തുപറമ്പിലെ കരിമ്പനത്തോട്ടത്തിൽ ഹരിദാസന്റെ പറമ്പിൽ കെട്ടിയിരുന്ന 3 പശുക്കളെയാണ് ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഉച്ചഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയ ഹരിദാസൻ തിരികെ വന്നപ്പോൾ പശുക്കളെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു പശുവിനെ സമീപത്തെ തോട്ടത്തിൽ തേക്കിൽ കെട്ടിയിട്ട നിലയിലും രണ്ടാമത്തേതിനെ കാട്ടിൽ നിന്നും കണ്ടെത്തി. മൂന്നാമത്തെ പശു കയർ പൊട്ടിച്ച് വീട്ടിലെ തൊഴുത്തിലെത്തി. തൊഴുത്തിൽ കെട്ടിയ പശുക്കൾ പിടയുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് 3 പശുക്കളിൽ നിന്നും രക്തം വന്നതായി കണ്ടത്. അപ്പൊ പയ്യിലെ കയറാം. അപ്പൊ ഞാൻ നല്ല മരത്തിലെല്ലാം കെട്ടിയിരുന്നു. പിന്നെ ഇങ്ങനെ പയ്യുണ്ട് പോകുന്നു പറഞ്ഞു. അപ്പൊ വേഗം ഇവര് പോയി. അപ്പൊ 2 മണിക്ക് പോയപ്പോ ഒരു പയ്യനെ ഈ അഴിച്ചോടുന്ന് കെട്ടിയിട്ട് പിന്നെ ആ കെട്ടിയോടെ തന്നെ ഒന്നിനെ കൊണ്ട കെട്ടി. ഈ പയ്യന്റെ അഴിഞ്ഞു പോകണമെന്ന്. പിന്നെ ഒരു പയ്യനെ കാട്ടിലേക്ക് കൊണ്ടുവരട്ടെ. അങ്ങനെ അപ്പക്ക് ആദ്യം ഇതേപോലെ അവിടെ കൊണ്ടു കെട്ടി ഇങ്ങനെ സംശയം ഉണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കോല് കുത്തി കയറിയർക്കായിരിക്കും എന്ന് വിചാരിച്ചു. മുന്നേ ഇങ്ങനെ സംഭവം ഉണ്ടായി. തുടർന്ന് വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ പശുക്കളുടെ ആന്തരികാവയവങ്ങൾക്ക് മുറിവേറ്റതായി കണ്ടെത്തി. പശുക്കളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതായി സംശയിക്കുന്നതായി ഹരിദാസൻ ഒറ്റപ്പാലം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. 40 വർഷമായി പശു വളർത്തുന്നയാളാണ് ഹരിദാസൻ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCN ഒറ്റപ്പാലം. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MSF വിജയം നേടി. ഫലപ്രഖ്യാപനത്തിനു ശേഷം MSF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വൈകിയത് സ്കൂൾ പരിസരത്ത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഇരുവിഭാഗം വിദ്യാർത്ഥികളും മുദ്രാവാക്യം വിളികളുമായി ഏറ്റുമുട്ടിയതോടെ പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി. പോലീസിന് നേരെ കയർത്ത MSF SFI പ്രവർത്തകരെ പോലീസ് വിരട്ടിയോടിച്ചു. വിജയം ഉറപ്പാക്കാൻ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളടക്കം സ്കൂൾ പരിസരത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. ഫലപ്രഖ്യാപനത്തിനു ശേഷം MSF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. CCN പെരിന്തൽമണ്ണ. ലോഡ് കയറ്റിവന്ന ടിപ്പർ ലോറി റോഡിന്റെ വശത്തേക്ക് ചെരിഞ്ഞ് അപകടത്തിൽപ്പെട്ടു. ഭീമനാട് 55 മൈൽ ഭാഗത്ത് രാവിലെ 8:30 സംഭവം. ലോറി മറിയാതിരുന്നത് കാരണം വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നിന്ന് ഭീമനാട് 55 മൈൽ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടം നടന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ലോറി റോഡിന്റെ വക്കിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. നമ്മള് സൈഡ് കൊടുത്താണ് ഒരു വണ്ടിക്ക് വേണ്ടി സൈഡ് കൊടുത്താണ്. അങ്ങനെ താഴ്ന്നു വണ്ടി റോഡിൽ ഇറക്കിയിട്ടില്ല. വണ്ടവനത്തിന് വണ്ടി കിടക്കുന്നത് ഇടിഞ്ഞാണ്. ലോറി മറിഞ്ഞിരുന്നെങ്കിൽ സമീപത്തുള്ള വീടിനും മതിലിനും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമായിരുന്നു. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മണ്ണാർക്കാട് വട്ടമ്പലത്ത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു.
വട്ടമ്പലം ഐ.എ.ഡി ഹൌസിൽ വീരാൻകുട്ടിയുടെ മകൾ ലിയ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത്. മണ്ണാർക്കാട് MES സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ലിയ. അപകടമുണ്ടാക്കിയ സ്കൂട്ടർ നിർത്താതെ പോവുകയായിരുന്നു. കുലുക്കിലിയാട് ഭാഗത്ത് നിന്ന് ആര്യമ്പാവ് വഴി മണ്ണാർക്കാട്ടേക്കാണ് സ്കൂട്ടർ പോയതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ വീണുകിടന്ന കുട്ടിയെ നാട്ടുകാരാണ് ഉടൻ തന്നെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN ചത്തല്ലൂർ. നെല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം പേങ്ങാട്ടിരി സെന്ററിൽ വെച്ച് നടന്നു. അച്യുതൻ ദേശീയ പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. KMK ബാബു അധ്യക്ഷത വഹിച്ചു. സീനിയർ നേതാവ് മൂസ പേങ്ങാട്ടിരി ആശംസാ പ്രസംഗം നടത്തി. ബ്ലോക്കിന്റെ പ്രത്യേക ചുമതലയുള്ള ബ്ലോക്ക് സെക്രട്ടറി N ജനാർദ്ദനൻ നന്ദിയും എഴുവന്തല റസാഖ് സ്വാഗതവും പറഞ്ഞു. സീനിയർ നേതാക്കളും ജില്ലാ ബ്ലോക്ക് മണ്ഡലം വാർഡ് ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ എല്ലാവർക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ചെർപ്പുളശ്ശേരി യൂണിറ്റിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു. രാവിലെ 9:30 പതാക ഉയർത്തിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പരിപാടിയിൽ P. ഉണ്ണീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. K. സേതുമാധവൻ സ്വാഗതം പറഞ്ഞു. ഹോണററി ക്യാപ്റ്റൻ വിജയരാഘവൻ, ഷീല, രാജഗോപാൽ, ഉണ്ണികൃഷ്ണൻ, P. K. വാസുദേവൻ എന്നിവർ സംസാരിച്ചു. രാധാബായി പ്രബന്ധം അവതരിപ്പിച്ചു. തുടർന്ന് വനിതാ വിഭാഗം രാജ്യഭക്തി ഗാനങ്ങളും മറ്റു ഗാനങ്ങളും ആലപിച്ചു. പുതിയ ഭാരവാഹികളെയും ചടങ്ങിൽ വെച്ച് തിരഞ്ഞെടുത്തു. സേതുമാധവൻ പ്രസിഡന്റായും വാസുദേവൻ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. വനിതാ ഫോറം പ്രസിഡന്റായി രാധാബായും സെക്രട്ടറിയായി പ്രേമലതയും തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തിരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായി സന്നിഹിതനായിരുന്നു. CCN ചെർപ്പുളശ്ശേരി. ചത്തല്ലൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാരുതൊടി ജവാൻ അയ്യപ്പൻ സ്മാരകത്തിൽ വെച്ച് സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. റിട്ടയർഡ് ഹോണററി ക്യാപ്റ്റൻ V. രാമൻകുട്ടി ഗുപ്തൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷം രാജ്യമെമ്പാടും അതിവിപുലമായി ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നത് യൗവനം സമർപ്പിച്ചു 1971 രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ജവാൻ. ക്ലബ് പ്രസിഡന്റ് ശിവൻ വലിയാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചു വിരമിച്ച സൈനികരെയും നിലവിൽ സർവീസിലുള്ളവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ജില്ലാ ചെയർപേഴ്സൺ E. ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ, ട്രഷറർ K. രാംമോഹൻ, M. ഗോപകുമാർ, M. അയ്യപ്പൻ, K. രാധാകൃഷ്ണൻ, ശ്രീനിവാസ്, മധു, ശിവപ്രകാശ്, K. സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുടെയും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ വിതരണവും കടമ്പഴിപ്പുറം GUP സ്കൂളിൽ നടന്നു. ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി സ്ഥലത്തേക്ക് പോയിട്ട് നോക്കാൻ നമുക്ക് ഉണ്ടാവില്ല, പറ്റില്ലല്ലോ. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ പാചകവും ഇതും ഒരേ ദിവസം നേരത്തെ ഫാഷൻ ഡിസൈൻ കഴിഞ്ഞാൽ അത് കാണുകയും ചെയ്യാം. പാചകം ചെയ്ത വിവരം നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ചാൽ ആ ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ആക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ക്രിയേറ്റീവ് കോർണർ ക്രിയേറ്റീവ് ആയതുകൊണ്ട് 2 മാസം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഇരിക്കുന്ന ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഇവിടെ ഉണ്ടാവണം. അത് നമുക്കൊന്ന് കാണണം. പഞ്ചവർണ്ണ കളം വരച്ച് കളംപാട്ടിന്റെ അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ, ഐതിഹ്യങ്ങൾ എന്നിവയെക്കുറിച്ച് കടന്നമണ ശ്രീനിവാസൻ വിശദീകരിച്ചു. നന്തുണി ഉപയോഗിച്ച് കളംപാട്ടു പാടിയാണ് ശില്പശാല പൂർത്തിയാക്കിയത്. ശ്രീനിവാസന്റെ 268ാമത്തെ കളംപാട്ട് ശില്പശാലയായിരുന്നു ഇത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ, വാർഡ് മെമ്പർ ലിനി, സ്ഥാപന മേധാവി രമ്യ, CDS ചെയർപേഴ്സൺ സൗമ്യ, സുനില, PTA പ്രസിഡന്റ് ഉഷ, അംഗൻവാടി ടീച്ചർ ബിന്ദു, ഓൾഡ് ഏജ് ഹോം മേധാവി ദിവ്യ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മണ്ണാർക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ചേർന്നുണ്ടാക്കുന്ന സഹകരണ സംഘങ്ങൾ വന്നാൽ അവിടെ ഇടപെടാൻ സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിന് കഴിയും. എന്നിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനല്ല. മഹാരാഷ്ട്രയിലും കേരളത്തിലും, അത് വിശേഷിച്ച് കേരളത്തിൽ
മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും ആശ്വാസം എത്തിക്കുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനല്ല, മറിച്ച് സഹകരണ മേഖലയിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ച് അവർ നടത്തിയ നിക്ഷേപത്തെ, ആ സംഖ്യ എങ്ങനെ കോർപ്പറേറ്റുകളുടെ കൈകളിൽ എത്തിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് രാജ്യത്തെ ഗവൺമെന്റ് ആലോചിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതും എന്ന് നമ്മൾ കാണും. ഇവിടെയാണ് കേരളം വരുത്തുന്ന ബദൽ. എല്ലാ മേഖലയിലും വർഗീയമായ വിഭജനം നടത്തുമ്പോൾ ആ വർഗീയ വിഭജന നീക്കത്തോട് ഒരു നിലയിലും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുക മാത്രമല്ല, മതനിരപേക്ഷത ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വർഗീയ ലഹളകളും കലാപങ്ങളും ഇല്ലാത്ത നാടാക്കി നമ്മുടെ നാടിനെ മാറ്റാനുള്ള പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നത്. അതിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്നത്. പി രഞ്ജിത്ത് പ്രവർത്തന റിപ്പോർട്ടും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൻ രാജേഷ് മേൽക്കമ്മിറ്റി റിപ്പോർട്ടും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് S അജയകുമാർ, P ശ്രീനിവാസൻ, N സന്തോഷ് എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി NA ഷമീറിനെ പ്രസിഡന്റായും P രഞ്ജിത്തിനെ സെക്രട്ടറിയായും N അഭിലാഷിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. CCN മണ്ണാർക്കാട്. സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 ജില്ലകളിൽ നിന്നുള്ള 14 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. മലപ്പുറം ജില്ലയിൽ 13 വർഷങ്ങൾക്ക് ശേഷവും കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ചരിത്രത്തിൽ ആദ്യവുമായാണ് സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ മത്സരം നടക്കുന്നത്. സംസ്ഥാന സീനിയർ വനിതാ ടീമിന്റെ സെലക്ഷനും മലപ്പുറത്ത് വെച്ച് നടക്കും. ദിവസവും രാവിലെ 8 മണിക്കും വൈകുന്നേരം 4 മണിക്കുമായി 2 മത്സരങ്ങൾ നടക്കും. ഉദ്ഘാടന ദിവസം രാവിലെ 8 മണിക്ക് കണ്ണൂരും കോട്ടയവും തമ്മിൽ മത്സരിക്കും. വൈകിട്ട് നടക്കുന്ന 2ാം മത്സരങ്ങളിൽ ആതിഥേയരായ മലപ്പുറവും കൊല്ലവും തമ്മിൽ മത്സരിക്കും. 24-ന് വൈകുന്നേരം 4-ന് ഫൈനൽ മത്സരം നടക്കും. ടൂർണമെന്റ് വൈകുന്നേരം 4 മണിക്ക് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. അന്ന് 14 ജില്ലകളില്ലായിരുന്നു, ഒരു 8 ജില്ലകളോ മറ്റോ ആണ് അന്ന് നിലമ്പൂര് ടൂർണമെന്റ് നടന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. കളി ഞായറാഴ്ചയാണ് തുടങ്ങുന്നത്. ഞായറാഴ്ച രാവിലെ 8 മണിക്കും അതുപോലെ മറ്റു ദിവസങ്ങളിൽ രാവിലെ 8 മണിക്കും 4 മണിക്കും 2 മത്സരങ്ങളാണുള്ളത്. മലപ്പുറത്തിന്റെ കളി ഉദ്ഘാടന ദിവസം, അതായത് ആദ്യ ദിവസം 4 മണിക്കാണ്. മലപ്പുറത്തിന്റെ ഫിക്സർ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും MSP അസിസ്റ്റന്റ് കമാൻഡറുമായ P ഹബീബ് റഹ്മാൻ മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് S മഹേഷ് കുമാറിന് നൽകി പുറത്തിറക്കി. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ M മുഹമ്മദ് സലീം, ജലീൽ മയൂര, ഡോക്ടർ PM സുധീർ കുമാർ, നയീം ചേരൂർ, മുജീബ് താനാളൂർ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. മധുരപലഹാരങ്ങൾ ഒഴിവാക്കി ജന്മദിനത്തിൽ കൂട്ടുകാർക്ക് ദേശീയ പതാക സമ്മാനിച്ച് മാതൃകയായിരിക്കുകയാണ് പാറൽ വീട്ടിക്കാട് AMLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി അഫ്ര. സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലും റാലിയിലും ഉപയോഗിക്കുന്നതിനാണ് ഈ കൊച്ചുമിടുക്കി എല്ലാ കുട്ടികൾക്കും പതാക നൽകിയത്. പാറൽ ചുണ്ടുംപറ്റയിലെ അൻവർ മാസ്റ്റർ ഷിഫാന ദമ്പതികളുടെ മകളാണ് അഫ്ര. പൊതുവെ ജന്മദിനത്തിൽ മധുര പലഹാരങ്ങൾ നൽകുന്നതിന് പകരം വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യണമെന്ന ചിന്തയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് അഫ്ര പറഞ്ഞു. മധുരത്തിന്റെ ഉപയോഗം കുറയ്ക്കണമെന്നുള്ള അധ്യാപകരുടെയും വീട്ടുകാരുടെയും ഉപദേശങ്ങളിൽ നിന്നാണ് ഈ പ്രചോദനമുണ്ടായതെന്നും അവൾ കൂട്ടിച്ചേർത്തു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് അഫ്ര കൂട്ടുകാർക്ക് പതാകകൾ കൈമാറി. കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ അസംബ്ലിയിൽ വെച്ച് അഫ്രയെ അനുമോദിച്ചു. ഹെഡ്മാസ്റ്റർ KK അബ്ദുൽ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ പാറൽ അധ്യക്ഷത വഹിച്ചു. KP റഷീദ, VK സനിയ, V ഷബ്ന, K ഷമീല എന്നിവർ പ്രസംഗിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രവാസി വ്യവസായിയായ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി മലപ്പുറം പോലീസ്. 1.5 കോടി രൂപ മോചനദ്രവ്യം ലക്ഷ്യം വെച്ചാണ് പ്രതികൾ ഈ കൃത്യം നടപ്പാക്കിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ കൃത്യമായ നീക്കങ്ങളാണ് പ്രതികളുടെ പദ്ധതി തകർത്തത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയെന്ന് വിവരം ലഭിച്ചയുടൻ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. R വിശ്വനാഥ് IPS, പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത് എന്നിവർ പാണ്ടിക്കാട് സ്റ്റേഷനിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചു. പെരിന്തൽമണ്ണ, മങ്കട, മേലാറ്റൂർ, കരുവാരക്കുണ്ട് ഇൻസ്പെക്ടർമാരും ഡാൻസ് ഓഫ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വിവിധ ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ കാര്യമായ സൂചനകൾ ലഭിച്ചെങ്കിലും ഷമീറിനെ വിട്ടുകിട്ടാൻ 1.5 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഫോൺ വിളിയെത്തിയതോടെ
വെളിപ്പെട്ടതോടെ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായി. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഇന്നോവ കാറിനെ കേന്ദ്രീകരിച്ചും ഹംഷീർ ഉൾപ്പെടെയുള്ള ഷമീറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ലഭിച്ച വിവരങ്ങൾ നിർണായകമായി. ചാവക്കാട് ബീച്ചിൽ വെച്ച് ഷമീറിനെ മർദ്ദിച്ചതിനു ശേഷം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയതായി പോലീസിന് വിവരം ലഭിച്ചു. പ്രതികൾ ജില്ല വിട്ടെന്നും കൊല്ലത്തുള്ള രഹസ്യ കേന്ദ്രത്തിലാണെന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് പദ്ധതിയിടുന്നതെന്നും പോലീസ് സംഘം തിരിച്ചറിഞ്ഞു. പ്രതികളുടെ സംഘത്തിൽ കൊലക്കേസ്, വധശ്രമക്കേസ് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അതീവ ജാഗ്രതയോടെയാണ് നീങ്ങിയത്. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പുനലൂർ, തെന്മല റൂട്ടിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം പ്രതികളുടെ വാഹനത്തെ വളഞ്ഞ് ഷമീറിനെ മോചിപ്പിക്കുകയായിരുന്നു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പ്രതികളുടെ പദ്ധതിയാണ് പോലീസിന്റെ കൃത്യമായ ആസൂത്രണം പൊളിച്ചത്. പരാതിക്കാരനോട് ചോദിച്ച കാര്യത്തിന് മനസ്സിലായത് വളരെയധികം ദേഹോദരം ഏൽപ്പിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കുറ്റവകുപ്പുകൾ അതേ ഗൗരവത്തോടു കൂടി തന്നെ ചേർത്തിട്ട് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പം നിലവിൽ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിലും തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് സാമ്പത്തികം ആവശ്യപ്പെട്ട് ആ ഒരു മോചനദ്രവ്യം ആവശ്യപ്പെട്ട് എന്നുള്ള ആ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഒരു കുറ്റവകുപ്പ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഇത്രത്തോളം ആളുകൾ കൂടി എന്ന് പറയുന്ന ക്രിമിനൽ കോൺസ്പിറസിയുടെ ആയിട്ടുള്ള വകുപ്പ് ചേർത്തിട്ടുണ്ട്. പരാതിക്കാരനെ ദേഹോദരം ഏൽപ്പിച്ചു എന്നുള്ളതും പരാതിക്കാരനെ അവസാനം ഈ ഒരു മോചനദ്രവ്യം കിട്ടാത്തത് കൊണ്ട് വധിക്കാൻ സാധ്യത എന്നല്ല വധിക്കും എന്നുള്ള ഒരു സംഭവം അത്തരത്തിലുള്ള പ്രവൃത്തി പ്രതികളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ എവിഡൻസും ആ ഒരു രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് വധശ്രമത്തിനുള്ള വകുപ്പും നിലവിൽ ചേർത്തിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച രാജ്യം. ഡൽഹിയിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി. സ്കൂളുകളിലും കോളേജുകളിലും വിവിധ വർണ്ണശബളമായ കലാപരിപാടികളും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അരങ്ങേറി. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനവും വോട്ടർ പട്ടികയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രവാസി വ്യവസായിയായ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി മലപ്പുറം പോലീസ്. 1.5 കോടി രൂപ മോചനദ്രവ്യം ലക്ഷ്യം വെച്ചാണ് പ്രതികൾ ഈ കൃത്യം നടപ്പാക്കിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ കൃത്യമായ നീക്കങ്ങളാണ് പ്രതികളുടെ പദ്ധതി തകർത്തത്. ഒറ്റപ്പാലം വരോട് പശുക്കൾക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. പറമ്പിൽ കെട്ടിയിരുന്ന 3 പശുക്കളെയാണ് ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ഉടമ ഹരിദാസൻ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.